ഇത് പന്തലുകാരന് കൊടുക്ക്. ശരി ചേട്ടാ. വേറെ ആർക്കാ കൊടുക്കാനല്ലേ? പാചകക്കാരനോ? എത്രയുണ്ട് കൊടുക്കാൻ? 40 രൂപ ചേട്ടാ. ശരി, അത് കൊടുത്തേക്ക്. ശരി ചേട്ടാ. ബാക്കിയെല്ലാവർക്കും കൊടുത്തില്ലേ? ആർക്കെങ്കിലും കൊടുക്കാൻ. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് പറയുന്ന ആളാ ഞാൻ. എന്നിട്ട് എനിക്കാണ് തരാൻ പോകുന്നേ. അതൊന്നും വേണ്ട, ശരിയാവില്ല. അളിയാ, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നതല്ല, ഇതെന്റെ പെങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നതാ. അവള് വേണ്ടെന്ന് പറയട്ടെ, ഞാൻ എല്ലാം ഇപ്പൊ തന്നെ ഇറക്കി വെച്ചേക്കാം. ഇതൊന്നും എനിക്ക് വേണ്ട ഏട്ടാ. എനിക്ക് ഈ സ്ത്രീധനൊന്നും വേണ്ട. ദയവ് ഇത് ഏട്ടൻ എന്റെ കൂടെ വന്നോട്. ഞാൻ കല്യാണം കഴിക്കാതിരുന്നിരുന്നെങ്കിൽ ഏട്ടൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നല്ലേ. മലരെ, അവരുടെ ഭാഗത്തുനിന്ന് അവര് പണം വെച്ചു. നാത്തുവിന്റെ ഭാഗത്തുനിന്ന് നീ എന്താ ചെയ്യുന്നത്? അവരുടെ രീതിയിൽ അവര് ആദ്യം ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. ആ ഉപ്പ് 3 പ്രാവശ്യം എടുത്തിടുമോളെ. ആ കൽക്കണ്ടം എടുത്ത് എല്ലാവർക്കും കൊടുക്ക്. ഇതാ, നിങ്ങളെടുത്തോ. എടുത്തു കൊടുത്താലും മതി. ഇതാ എടുത്തേ. അവള് ചെയ്യേണ്ട ചെയ്തു. ഇനി നീ എന്താ ചെയ്യാൻ നോക്കട്ടെ. നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇത് കണ്ടാൽ ഒരു 7-8 പവൻ വരുമെന്ന് തോന്നുന്നു. പവനൊന്നും ചോദിക്കാ ചേച്ചി. ഈ ചെയിനിൽ നമ്മുടെ രണ്ടുപേരുടെയും കരുതലുണ്ട്, പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ബന്ധവുമുണ്ട്. എന്താടി നോക്കുന്നേ? ഇതുവരെ നിന്റെ ചേട്ടൻ ചെയിൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, എന്നാൽ ഞാൻ നിന്റെ ചേട്ടനെ ചെയിനാക്കി ഇട്ടേക്കുവാ. എല്ലാ പെണ്ണുങ്ങൾക്കും ചെന്ന് കയറുന്ന വീട്ടിൽ നാത്തുമാരായിരിക്കും അമ്മായിമാരായി മാറാം. എനിക്കിപ്പോ പേടിയില്ല, കാരണം എനിക്ക് പകരം നീയുണ്ടല്ലോ. ഓയ് ബോസ്, ഈ ഫീൽ ചെയ്യുന്ന ജോലിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. നിങ്ങളുടെ അനിയത്തിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഇവിടെ ചെയ്തില്ലേ, പക്ഷെ തിരിച്ച് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ചെമ്പ്, കുടം, പിന്നെ 2 നിലവിളക്ക് എല്ലാം ചെയ്തല്ലോ. അത് തന്നെ ആലോചിച്ചോണ്ടിരി. എനിക്കൊരു കിസ് താ. ഇതൊന്നും ലിസ്റ്റിലില്ല. നോക്ക്, ഇതൊന്നും വേണ്ടട്ടോ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇഷ്ടമല്ല. ഇത് പറയുന്ന കേക്ക്, ഞാനൊരു സ്വാമിയാണ്, അതൊക്കെ കുറ്റമാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് വർണ്ണം കൂടി തായോ. പറ്റില്ല, നിങ്ങളല്ലേ പറഞ്ഞത് വ്രതത്തിലാണെന്ന്. ഇപ്പൊ ഡ്യൂട്ടിയിലല്ല, എത്ര വേണമെങ്കിലും തരാം. അങ്ങനെയാണോ? തരട്ടെ? പോയില്ലേ, ഇങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ പോയില്ലേ. എന്ത് പറയാനാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴാണ് ഇവിടെ സൂപ്പർ ആയത്. അപ്പൊ ഇതിനു മുമ്പ് ഇത് വെറും മോശമായിരുന്നല്ലേ? ഓ, ചേട്ടന്റെ ഫോട്ടോയായിരുന്നു അത്ര വൃത്തികേടായിട്ടുള്ളതല്ലേ? എന്റെ കൊച്ചേ, വന്നോടനെ എന്നെ അധികാരം അങ്ങ് കയ്യിലെടുത്ത് ഫോട്ടോ എടുത്ത് മുകളിൽ വെച്ചല്ലേ, എന്നെ അങ്ങ് താഴേക്ക് മാറ്റിയല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ എന്ത് നടന്നിട്ടാ ഇങ്ങനെ മുഖത്തടിച്ചുപോലെ സംസാരിക്കുന്നേ? ഒരു സാധാരണ ഫോട്ടോ അല്ലേ ഇവിടെ മാറ്റിയത്? അതെ അതെ, നിങ്ങൾക്കല്ല എന്റെ ഫോട്ടോ ഒരു സാധാരണ ഫോട്ടോ ആയിട്ടേ കാണൂ. അതിലാവുമ്പോ അവൻ, ഇവള്, നീ അതാ വരുന്നുണ്ടല്ലോ. വാ, നിങ്ങൾ 3 പേര് നിന്നങ്ങ് ജ്വലിക്കുകയാണല്ലേ. ഞാനില്ലെന്നേ. എന്താ, കല്യാണത്തിന് എന്നെ നിർത്തി ഫോട്ടോ എടുത്തല്ലോ, അത് വെക്കാൻ പാടില്ലായിരുന്നോ? ഈ ഫോട്ടോ ഇവിടെ വെക്കാൻ പാടില്ലെന്ന് ഫോട്ടോ പറഞ്ഞോ അതോ ചുമരെങ്ങാനും പറഞ്ഞായിരുന്നോ? ഇവിടെ ചേട്ടനെന്നൊരാളുണ്ടല്ലോ, ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഉണ്ടെന്ന് കാണിക്കും.
നിന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കും. ചേട്ടാ 250 ഉം. എന്തിനാണ് ഈ സമയത്ത് ഇത്രയും വലിയ കുടൽ പിടിക്കുന്നത്? ഇന്ന് ഈ കുടല് വെച്ചാണ് എൻ്റെ വീട്ടിലൊരു കൊലപാതകം നടത്താൻ പോകുന്നേ. വാ, വന്ന് കാണാം, വാ. എന്താ പേടിച്ചു പോയല്ലേ? നിനക്ക് ദേഷ്യം വരില്ലല്ലേ? കൂടെ നിൽക്കുന്നവന്മാർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടല്ലോ, നിനക്ക് വരില്ലല്ലേ? വരണം, വന്ന് മുഖത്തെ പൊട്ടിക്കണം. ഞങ്ങൾക്കൊക്കെ ദേഷ്യം വന്ന ചെങ്കല്ലാണ് പൊട്ടിക്കുന്നത്, പക്ഷെ ചേട്ടന് ദേഷ്യം വന്നൊരു മുഖമാണ് പൊട്ടിക്കുന്നത്. അടിച്ച് പൊട്ടിക്ക്. ദേഷ്യത്തിൽ നീ എൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കുമ്പോ എൻ്റെ ചേട്ടൻ വന്ന് നിന്നോട് ചോദിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. നിന്റെ അനിയത്തി നമ്മുടെ വീട് വിട്ട് പോവുകയും ചെയ്യും. അത് നീ കാണണം. എങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടൂ. നോക്ക്, എന്നോടുള്ള ദേഷ്യം നിങ്ങൾ ദയവേദന അനിയത്തോട് കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ, ഞാൻ ചെയ്യാം. എന്ത് വേണമെങ്കിലും നീ ചെയ്യൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ വന്നെന്റെ കാലിൽ വീട്, എന്നിട്ട് ക്ഷമ പറഞ്ഞിട്ട് നീ പൊക്കോ. മിണ്ടാതിരിക്കെ. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ പാർവതിയുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്തൊരു അങ്കരോടെ കാണിച്ചേ? നീ ആരെ കൊണ്ടാണ് കാല് പിടിപ്പിച്ചേ? 5 നാടും 55 ഗ്രാമം അയാൾ ദൈവമാണെന്ന് കരുതി അയാളുടെ കാലിൽ വീഴുമ്പോഴാ നീ അങ്ങനെയുള്ള ഒരാളെ നീ നടുറോട്ടിൽ വെച്ച് കാല് പിടിപ്പിച്ചു? അല്ലടാ, എന്നെ വിട്. വീട്ടിലെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് അതും വിറ്റ് കള്ളു കുടിക്കുന്ന നീയൊക്കെയാണോടാ? നിന്റെ കാലം അയാൾ പിടിക്കണോടാ? ശരി, പോട്ടെ, കൂടെ പിറന്നവനല്ലേ, ഇന്ന് നന്നാകും നാളെ നന്നാകും കരുതിയപ്പോ നീ ചെയ്യുന്ന തെറ്റൊക്കെ ഞാൻ കാണുന്നില്ല എന്ന് നടിക്കുമ്പോ ചെറ്റത്തരം കാണിക്കുന്നോടാ? എന്താടാ കാണിച്ചേ? നീ വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ? എന്നെ വരുത്താൻ വേണ്ടി നിന്നെ പിടിച്ചു വെച്ചേക്കുമെന്ന് പറഞ്ഞപ്പോ എന്നെ വന്ന് രക്ഷിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളെ നീ. മനുഷ്യനായി ജനിച്ചാൽ ഒന്നെങ്കിൽ നല്ലവനായിരിക്കണം, അല്ലെങ്കിൽ നല്ലവന്റെ കൂടെ ആയിരിക്കണം. നീ ഇത് രണ്ടും അല്ലല്ലോ. എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. പോടാ. നോക്കുമച്ചാ, അന്ന് നീ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ഒതുകാത്ത ഒത്തുവരാത്ത എന്തായാലും അത് ആരായാലും ആ തടസ്സം അങ്ങ് നീക്കി കളഞ്ഞേക്കണം. അത് കൊടിവീരനായാലും നിന്റെ ചേട്ടനായാലും ശരി. എടോ, നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇതൊക്കെ ഇയാൾക്ക് നന്നായിട്ട് അറിഞ്ഞോടെ. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അങ്ങനെ അവന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവൻ ആള് ഭയങ്കരനല്ലേ? നീ പറഞ്ഞത് ശരിയാ. എന്റെ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. ഈ പൊട്ടന്റെ മനസ്സിൽ നന്നായിട്ട് കേറിയിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെടില്ലടാ. നീയും രക്ഷപ്പെടില്ലടാ. ഈ ലോകത്തിൽ എന്റെ ചേട്ടനാണ് വലുതെന്ന് ഞാൻ കരുതിയിരുന്നേ. അദ്ദേഹം വലിയവൻ തന്നെയാടാ. അങ്ങനെയുള്ള ആളിനെ കൊല്ലാനായിട്ട് നീ എന്നെ കരുവാക്കിയായിരുന്നു അല്ലടാ. അത് എന്റെ ഫോൺ വാങ്ങി. ദുഷ്ടനാടാ, പക്ഷെ ദ്രോഹിക്കില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ കാണിച്ച എന്നോട് ക്ഷമിക്കണം. അയ്യോ, എന്തൊക്കെയാ കാണിക്കണേ? എന്തിനീ കാലി വീഴുന്നേ? എണീക്കേ. എന്നോട് എന്തൊക്കെയാ കാണിക്കണേ? അളിയ, എന്റെ അനിയൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നേ. അതിന് കാരണം അളിയനാ. വളരെ നന്ദിയുണ്ട് അളിയ. മോനെ, ഇതൊന്നും അവൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അതെ, ഇവിടുത്തെ ആഘോഷങ്ങളെ കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്ക് നടത്താന്നേ. ആദ്യം അളിന് വിളമ്പ്. ആദ്യം അളിന് കൊടുക്ക. അളിയനല്ലേ വിരുന്നുകാരൻ. കുറച്ചുകൂടെ കറി ഒഴിച്ചു കൊടുക്ക്. മാറ്റി നിങ്ങൾ തന്നെ തിന്നോണ്ടിരുന്നാൽ എങ്ങനെയാ? വിരുന്നുകാരനായിട്ട് വന്നതാ. എനിക്കും ഒരു ഇലയിട്.
അന്തം വിട്ട് നോക്കല്ലോ വെച്ചേ, ആ കറിയും ഒഴുക്കി. അപ്പൊ വിളമ്പില്ല അല്ലേ? അവിടെ നമ്മുടെ വീടല്ലേ, ഞാൻ തന്നെ ഒഴിക്കാം. ഏയ്, നീ കാരണം എന്റെ വീട്ടിലൊരു മരണം നടന്നു. 3 ദിവസമായിട്ട് വെച്ചെടുത്ത് തന്നെ ഇരിക്കുക. എന്റെ അനിയത്തി എന്താ പറയുന്നതെന്ന് വെച്ചാ, എന്റെ കെട്ടിയവനെ കൊന്നവനെ ഏട്ടൻ പോയി കൊന്നാലേ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നുള്ള വാശിയില്ല. പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കും. ആണുങ്ങൾ നമ്മളങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എന്റെയാണ് ഇവിടെ ഇറച്ചിയും ചോറും വിളമ്പുന്നുണ്ടെന്ന് കേട്ടു. അതാ ശരിക്കും അങ്ങോട്ട് ഒരു വെട്ടാന്ന് വെച്ച് വന്നത്. തിന്നണില്ലേ? തിന്ന് തിന്ന് തിന്ന്. കൊടിവീറിന്റെ വീട്ടിൽ നിന്ന് ഇറച്ചിയും ചോറും കഴിച്ചാൽ വീര്യം കൂടുമെന്ന് കേട്ടു. ശരിക്കും അങ്ങ് കേറി പിടിച്ചിട്ടുണ്ട്. എനിക്ക് നീ ഇറച്ചിയും ചോറും തന്നു, പകരം ഞാൻ നിനക്കൊരു അടിയന്തര ചോറ് തരണ്ടേ? അതിന് നീ വരണം. നിനക്ക് ഞാൻ വിളമ്പും, പിന്നെ നിന്നെ കൊണ്ട് വിളമ്പിക്കും. ആദ്യം ഇവിടുത്തെ ചടങ്ങ്. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട മോളെ, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ബന്ധുക്കള് വരട്ടെ. അടുത്ത കുടുംബക്കാര് വരട്ടെ. ചേട്ടാ, ചടങ്ങിന് സാരി തന്നു. ആ കൊടിവീരന്റെ തലയപ്പ കൊണ്ടുവന്ന് തരും. ഈ നേരത്തെ എങ്ങനെയൊന്നും സംസാരിക്കാൻ നീ നേർച്ചാടിനെ വെട്ടിയതൊരു കാര്യമല്ല. എന്റെ ജീവിതത്തിൽ വെട്ടിയറിയാം. ഞാൻ എന്താ പറയാൻ വരുന്നേന്ന് വെച്ചാ, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങളുടെ ചേട്ടന്മാർ രണ്ടുപേരെയും തുണ്ടു തുണ്ടായി കഷ്ണങ്ങളാക്കി കളയ എന്റെ ചേട്ടൻ. എന്റെ ഇതേ അവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും നിൽക്കും. ഒരു പെണ്ണിന് ഇത്രയും വാശി പാടില്ല. ഈ ലോകത്ത് പെണ്ണിന് വേണ്ടി ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം, പക്ഷെ ഒരു പെണ്ണ് തന്നെ തെറ്റായ രീതിയിൽ നടക്കാൻ പാടില്ല, അതിനെ സമ്മതിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആ തൊഴിൽ ചെയ്യില്ലായിരുന്നോ, നിങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. വീട്ടിലുള്ള പെണ്ണുങ്ങളെ വേണം പുറത്തു പോയിട്ട് വരുന്ന ആണുങ്ങളോട് തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട നീ തന്നെ വീണ്ടും തെറ്റ് ചെയ്ത് ആ വാശിയുടെ പുറത്ത് നിങ്ങളുടെ ഏട്ടനെ നഷ്ടപ്പെടുത്തരുത്. എന്ത്? എന്റെ ചേട്ടനെ എനിക്ക് നഷ്ടപ്പെടുമെന്നോ? എന്റെ ചേട്ടനെ എനിക്ക് നഷ്ടമാകുന്നോ നിങ്ങളുടെ ചേട്ടനെ നിങ്ങൾക്ക് നഷ്ടമാകുന്നു പെട്ടെന്ന് തന്നെ അറിയാം. നീ വിചാരിക്കുന്ന പോലെ തീ കൊളുത്തിയിട്ട് എല്ലാം നശിപ്പിക്കാന്നാണോ? ഈ ലോകത്തിൽ തെറ്റ് ചെയ്തവൻ ജയിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നിലനിൽക്കില്ല. നിങ്ങൾ വാ ചേച്ചി, ഇവളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല.
എന്റെ ചേട്ടൻ ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് 1000 വട്ടം ആലോചിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ആലോചിക്കില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്റെ ചേട്ടനും ആലോചിക്കില്ല, ഞാനും ആലോചിക്കില്ല. നീ ഇതുപോലത്തെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇനി സംസാരിച്ചൊരു കാര്യമില്ല. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നിനക്ക് ഒരു മാറ്റവുമില്ല. നിന്റെ ഏട്ടൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നാളെ മീൻ പിടിക്കുന്ന ഉത്സവത്തിലേക്ക് വരുന്ന എന്റെ ഭർത്താവിന് എന്റെ ഏട്ടനെ എതിർത്തൊന്ന് തൊടാൻ നോക്കാൻ പറ. എന്നിട്ട് വെട്ടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. ദിവസം നീ കുറിച്ചു, സംഭവം എന്റെ ചേട്ടൻ ചെയ്യും. ഇന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടില് മീൻപിടുത്തം ഉത്സവം കാണാൻ വന്നിരിക്കുന്ന ജനങ്ങളെയും സഹോദരന്മാരെയും ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഹൃദയപൂർവ്വം ഇരുകൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് നിമിഷങ്ങൾക്കകം ഈ മീൻപിടുത്ത ഉത്സവം ആരംഭിക്കാൻ പോകുകയാണ്. എല്ലാവരും തയ്യാറായിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. On your marks, set, go! അയ്യോ, ആരോ ഈ ചളിയിലെ പൂണ്ട് കിടക്കുന്നുണ്ട്. ആരോന്നറിയില്ല, ഒന്ന് വന്ന് നോക്ക്. ആരോ ഇത് ചെയ്തിരിക്കുന്നത് ആർക്കറിയാം? ഒന്ന് വേഗം വരൂ. മരിച്ചോന്നാ തോന്നുന്നത്. അയ്യോ, വേണം വെക്കാതെ അടങ്ങി നിൽക്കേ, അതെന്താ നോക്കാം. ചേട്ടാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട്.
വെട്ടി എരിച്ചേട്ടാ അവനെ. ചേട്ടാ 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 എന്റെ മകൾക്ക് നല്ലൊരു കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് ഫലിച്ചു. ഇവള് ഭർത്താവിന്റെ കൂടെ നന്നായി ജീവിക്കാൻ അനുഗ്രഹിക്കണം. അറിഞ്ഞോ അറിയാതെ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ താലി കയറാൻ നീ കാരണമായി. അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടത്. നിന്റെ അളിയൻ ചത്തത് അവന്റെ പേടി കൊണ്ടാ, അല്ലാതെ ഞാൻ കാരണമല്ല. ഇനിയും നിന്റെ കൊലവെറി അടങ്ങിയില്ലെങ്കിൽ നീ എന്നെ അങ്ങോട്ട് കൊല്ല്. എന്റെ അളിയനെ വെറുതെ വിട്ടേക്ക്.
വന്നിട്ട് വേണ്ടാന്നിട്ടിട്ട് പോയവനെ വെട്ടുന്നത് വീരമല്ല ചേട്ടാ. നീ പുറകിൽ കുത്താറില്ലല്ലോ. ഞാനാണ് പറഞ്ഞത്, ഇപ്പൊ ഞാനാണ് പറയുന്നത്. വേണ്ട, നീ ജീവിക്കണം.